നമ്മളിപ്പോ റമദാൻ മാസത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച തോന്നുന്നു റമദാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. എനിവേ ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസം ഒരു പ്ലാനറ്ററി അറേഞ്ച്മെന്റ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. 7 പ്ലാനറ്റ്സ് ഒരേപോലെ അലൈൻ ആയിട്ട് വരുന്ന ഒരു ദിവസമാണ്. ഇപ്പം നിലവിൽ സ്കൈയിൽ കാണാൻ പറ്റും. ഇനിയിപ്പോ 2040 മാത്രം കാണാവുന്ന ഒരു അപൂർവ നിമിഷം പുറത്ത് ആകാശത്ത് നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ വണ്ടർഫുൾ മൊമെന്റം. എനിവേ നമ്മുടെ സബ്ജക്റ്റ് ഇതൊന്നും അല്ലല്ലോ. നമ്മുടെ സബ്ജക്റ്റ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ന്യൂട്രിൻവിറ്റ. ഞാൻ ഇന്നലെ സെഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫുഡുകൾ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിന്റെ പ്രാധാന്യം, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇപ്പൊ ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനെ ഒരു മിക്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും ന്യൂട്രിൻവിറ്റയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘട്ടം എന്താന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് നമുക്കറിയാം ഏകദേശം 11-ലധികം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 26-27 ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് ഒരു ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത്. ന്യൂട്രിൻവിറ്റയുടെ ആ കോമ്പൗണ്ട് കൊണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ ന്യൂട്രിൻവിറ്റ മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമെന്ന രീതിയിലേക്കാണ് നമ്മുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ പോകുന്നത്. കാരണം അതൊരു സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, പല സപ്ലിമെന്റ്സ്, ഇപ്പൊ പല കമ്പനികളുടെ സപ്ലിമെന്റ്സിന് സൈഡ് എഫക്ട്സുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ സപ്ലിമെന്റ്സിന്റെ ഏറ്റവും വലിയ ദർ ഇസ് നോ സൈഡ് എഫക്ട്, ദർ ഇസ് നോ കെമിക്കൽ, ദർ ഇസ് നോ പ്രിസർവേറ്റീവ്സ്. നമ്മുടെ പ്രൊഡക്റ്റ് പോലും നമ്മൾ അതിന്റെ ഒരു ഷെൽ ലൈഫ് എത്ര വരുന്നുണ്ടോ അതിനേക്കാളും ഒരു 3 to 4 months ബാക്ക് ഇട്ടിട്ടാണ് നമ്മുടെ പാക്കിംഗ് പോലും അടിച്ചു വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, 6 months ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് 12 months ഉപയോഗിക്കാവുന്ന ബോട്ടിൽസിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് പാക്കിംഗ് തൊട്ടിട്ട് 6 months വരെയാണ് അടിച്ചു വരുന്നത്. അതായത് അതിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്കത് 12 months ഉപയോഗിക്കാം. നമ്മൾ 6 months ലെസ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കൺസ്യൂം ചെയ്തെടുക്കട്ടെ എന്ന് വെച്ചാൽ 12 months വരെ അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ന്യൂട്രിൻവിറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് 12 months ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ന്യൂട്രിൻവിറ്റ ശരിക്കും റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1 month പോലും നമുക്ക് തികയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ന്യൂട്രിൻവിറ്റ എന്ന് പറഞ്ഞാൽ ആകെ വരുന്നത് പറഞ്ഞാൽ ഒരു 50 സ്പൂൺസ് ആണ് വരുന്നത്. അത് 50 സ്പൂൺ എന്ന് പറഞ്ഞാൽ 25 days, 25 ദിവസത്തേക്ക് എനിക്ക് കിട്ടാറുള്ളൂ ന്യൂട്രിൻവിറ്റ ശരിയാണ് ഉപയോഗിക്കുന്ന സമയത്ത്. 10 grams പെർ ടൈം, അതായത് 2 times യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് ഇപ്പം റമദാനും ന്യൂട്രിൻവിറ്റയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, റമദാനിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂട്രിൻവിറ്റയെ ഉപയോഗിച്ച് തുടങ്ങിയവരെല്ലാവരും തന്നെ എല്ലാ വർഷവും അവരുടെ ഫാമിലീസിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ടയറിങ്, അതായത് നമുക്ക് എപ്പോഴും കൂടുതൽ നമുക്ക് വരുന്ന ക്ഷീണമാണ്. ക്ഷീണമില്ലാതിരിക്കുന്ന അവസ്ഥ, വളരെ നല്ല രീതിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ന്യൂട്രിൻവിറ്റ. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോസിറ്റീവ് എനർജി പറഞ്ഞാൽ ബോഡി, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരം മനസ്സിന് അനുസരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യം. മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്തണമല്ലോ. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് പോകാൻ പറ്റത്തില്ല. മനസ്സുകൊണ്ട് മാത്രമേ ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ മൈൻഡും ബോഡിയും തമ്മിലെ കോഹറൻസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിൻവിറ്റ. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സജീവ് ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഹീസ് എ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റലും എക്സ്പെഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡും ബോഡിയും തമ്മിൽ, കാരണം മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത്, സമ്മർദ്ദം, ഡിപ്രഷൻ, ബാഡ് മൂഡ് തുടങ്ങിയുള്ള അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല. പക്ഷേ ഈ സ്ട്രെസ് എവിടുന്ന് വരുന്നു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് റീസൺ ഒന്നും ഉണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, മാനസികമായിട്ട്, അല്ലെ? ഇപ്പൊ നമ്മളിപ്പം വീട്ടിലിപ്പം അടുക്കളയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ പറയും, ഓ പണ്ടാറടങ്ങിയാൽ മതി, ചത്താ മതിയായിരുന്നു എന്ന് പറയും, അല്ലെ? അത് കേട്ട് വരുന്ന ആൾക്കാര് എന്നാ പിന്നെ ചത്തോ എന്ന് പറഞ്ഞിട്ട് വിഷം കൊണ്ട് തരുമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് അവരുടെ ഒരു ഇമോഷനാണ് പറയുന്നത്. കാരണം പലപ്പോഴും പറയുന്ന ഇമോഷൻസ് ആണ്. ഇമോഷൻസ് പറയുന്ന സമയത്ത് ആ ഇമോഷൻസ് എന്തിനാ വെച്ചാൽ ഒരു പ്രശ്നത്തിനുള്ളതാണ്. പക്ഷെ ഇതേപോലെ തന്നെ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ് പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീനെ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 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 വലിയൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ന്യൂട്രിൻവിറ്റനെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ
ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റും ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇഫ്താറിന്റെ സമയത്താണെങ്കിൽ പോലും അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക സുഹൂറിന്റെ സമയത്താണെങ്കിലും ഇഫ്താറിന്റെ സമയത്താണെങ്കിലും 2 സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ഡ്രിങ്ക് ആണ് ന്യൂട്രിൻമിറ്റ്. ഇനി ന്യൂട്രിൻമിറ്റിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മള് ഹെൽത്തി ലിവിങ് ആണെങ്കിൽ പോലും നമ്മൾ ശ്വസിക്കുന്ന വായു പ്യുവറാന്ന് പറയാൻ പറ്റില്ല അല്ലെ? നമുക്കിപ്പോ കേരളത്തിൽ എത്ര നല്ല ശുദ്ധവായു ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ശുദ്ധവായു ലഭ്യത വളരെ കുറവാണ്. അപ്പൊ എറണാകുളം പോലത്തെ സ്ഥലത്തൊക്കെ ശുദ്ധവായുയുടെ ലഭ്യത കുറവാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലത്തും വായു നമ്മൾ ബ്രത്ത് ചെയ്യുന്ന വായു, കുടിക്കുന്ന വെള്ളം ഇതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടല്ല ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ശുദ്ധതയുണ്ടോ, കുടിക്കുന്ന വെള്ളത്തിൽ ശുദ്ധതയുണ്ടോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ശുദ്ധതയുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് കഴിക്കുന്ന പച്ചക്കറികളിൽ ശുദ്ധതയുണ്ടോ, കഴിക്കുന്ന മാംസത്തിൽ അതുണ്ടോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നു, കഴിക്കുന്നു, ഓക്കെ. പക്ഷേ ഏത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ് വരിക. പെട്ടെന്ന് ഒരു ടെൻഷൻ പോലെ വരിക, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ വരിക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ വരിക, അങ്ങനെ ഒരു സ്ട്രെസ്സിലേക്ക് വരിക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ന്യൂട്രിൻമിറ്റയുടെ കൺസപ്ഷൻ റെഗുലർ ബേസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സിനെയൊക്കെ നന്നായിട്ട് തടയാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ ന്യൂട്രിൻ മീറ്റർ സഹായിക്കും. അപ്പം ഇതിൽ അടുത്തൊരു കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫ്രൈഡ് ഫുഡ് കഴിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് സൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം ക്യാൻസർ സ്റ്റേജ് 2ഉം സ്റ്റേജ് 3യിലും വന്ന ആൾക്കാർക്കൊക്കെ ക്യാൻസർ ക്യൂർ ആയിട്ടുണ്ട്. പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് ക്യാൻസർ ഇല്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രൈസ് കഴിക്കാൻ പോകുന്ന പൊരിച്ച ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ 30 ദിവസമായിരിക്കും, നോമ്പ് കാലത്തായിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്രൈകളും അതേപോലെ പഞ്ചസാര അടങ്ങിയിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളും നമ്മൾ കഴിക്കാൻ പോകുന്നത് ഈ 30 ഡേയ്സ് ആയിരിക്കും. അപ്പൊ ഈ 30 ഡേയ്സ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് സെല്ലുകളുടെ റീജനറേറ്റീവ് ഗ്രോത്തിനെ തടയാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ എന്താ പറയുന്നത് ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. അത് അതിനകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ? സോയാബീൻ ഉണ്ട്, അതായത് മഷ്റൂം ഉണ്ട്, വീറ്റ് ഗ്രാസ് ഉണ്ട്, റൈസ് ബ്രാൻ ഉണ്ട്, അതേപോലെ തന്നെ ക്രീപ്പർ ഇതുണ്ട്, അതേപോലെ തന്നെ സ്പൈഡർ ഫ്ലവർ കിടപ്പുണ്ട്, അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് സീഡ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവില് സെലീനിയം എന്ന് പറയുന്ന കണ്ടന്റ് അതിനകത്തുണ്ട്. നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഫുഡ്. പണ്ട് ചക്കക്കുരു പുഴുക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ചക്കക്കുരുവിനകത്ത് നിങ്ങളറിയാം ലുലു മാളിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ കശുവണ്ടിക്കും ബദാമിനും ഒക്കെ വലിയ സീഡ് കാണാം. ജാക്ക് ഫ്രൂട്ട് സീഡ് കാണാൻ പറ്റും. കിലോയ്ക്ക് എത്രയാന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ലുലുവിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വില നോക്കിയാൽ മതി. നമ്മൾ വെറുതെ കളയുന്ന സാധനത്തിന്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഭക്ഷണശീലങ്ങൾ പണ്ട് തലമുറയിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചക്ക നല്ല രീതിയിൽ ഫൈബറസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പണ്ടത്തെ തലമുറ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ ബോട്ടിലാക്കിയെന്ന് മാത്രമാണ്. അതേപോലെ സെലീനിയം എന്ന് പറഞ്ഞാൽ ആന്റി ക്യാൻസറസ് ആണ്. ജാക്ക് ഫ്രൂട്ട് സീഡ്, അതേപോലെ തന്നെ വൈറ്റ് ബീൻസ്, അതേപോലെ തന്നെ ചിക്ക് പിയ, അതേപോലെ തന്നെ ഗ്രീൻ ഗ്രാം, അതേപോലെ ബംഗാൾ ഗ്രാം, അതേപോലെ ബ്ലാക്ക് സീസം, അതേപോലെ ബ്ലാക്ക് ഗ്രാം, അതേപോലെ ഹോഴ്സ് ഗ്രാം, വീറ്റ്, ഫിംഗർ മില്ലറ്റ്, കുമിൻ സീഡ്. കുമിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്ന് മാത്രമല്ല ഈ ന്യൂട്രിൻവിറ്റ് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്കിന്നിൽ വരുന്ന പാച്ചസുകൾ പോയി കിട്ടും. സ്കിന്നിലെ പാച്ചസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസറുകൾ ഉണ്ടല്ലോ. സ്കിൻ ക്യാൻസറുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ക്യൂർ ആക്കാനൊക്കെ ഇത് സഹായിക്കുന്ന സാധനമാണ് ഇത് ന്യൂട്രിൻവിറ്റ. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ 365 ദിവസത്തിൽ ഒരു 30 ദിവസം മാറ്റിയാൽ 335 ദിവസം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാരണം വെച്ചാൽ സ്നേഹം വിളമ്പുന്നത് ഭക്ഷണത്തിലൂടെയാണല്ലോ അല്ലെ? കാരണം വെച്ചാൽ ദാനങ്ങളിൽ മഹത്തായ ദാനം അന്നദാനം എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. കാരണം വെച്ചാൽ സുഹൃത്തുക്കളുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിരുന്ന് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ ശരീരം നമ്മൾക്കനുസരിച്ച് നിൽക്കാതെ ഒരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ എല്ലാ ആളുകൾക്കും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ചൂടുവെള്ളത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ പാലിൽ കഴിക്കാം. അപ്പൊ വണ്ണമുള്ള ആൾക്കാർ പാല് കഴിക്കേണ്ടതില്ല. അല്ലാത്ത ആൾക്കാർ ചൂടുവെള്ളത്തിൽ കഴിക്കുക. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള രീതി. കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കുക.
തടി വെക്കേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് എന്താ പറയാ ചൂടുവെള്ളത്തിൽ കഴിക്കുക. കാരണം ചൂടുവെള്ളത്തിൽ കഴിക്കുന്ന സമയത്ത് രണ്ടിന്റെയും കോമ്പൗണ്ടിങ് ആക്ഷനിൽ വ്യത്യാസമുണ്ട്. കാരണം കഴിച്ച ഭക്ഷണത്തിലെ മിനറൽസിനെയൊക്കെ കൃത്യമായിട്ട് എടുക്കാനും അബ്സോർവ് ചെയ്തെടുക്കാനും അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ന്യൂട്രിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കഴിക്കേണ്ടത് കിടക്കാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് അതായത് ഒരു 10 ഗ്രാം ന്യൂട്രിൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്പോൾ പാൽ ഉപയോഗിക്കണമെന്നില്ല. ഉപയോഗിച്ച് കഴിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഒരു 2, 3 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. കാരണം നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഈ സ്ലീപ്പിംഗ് പാറ്റേണിലാണ്. സ്ലീപ്പിംഗ് സമയത്താണ്. അതുകൊണ്ട് തന്നെ ശരിക്കും റമദാൻ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും പകലുറങ്ങുന്ന ആൾക്കാർ കൂടുതലുണ്ടാകും. രാത്രി ഉണർന്നിരിക്കുന്നവർ കൂടുതലാണേക്കാം. എന്നാലും ഉറക്കത്തിന്റെ ലെവൽ കറക്റ്റ് ആക്കാൻ സ്ലീപ്പിന്റെ ഉറക്കം നല്ല രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ. പിന്നെ ഇത്രയേ ഉള്ളൂ. കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കിഡ്നി പേഷ്യൻസ് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പാർക്കിൻസൺസ് കൈ ഇങ്ങനെ വിറയുന്ന പ്രശ്നമുണ്ടല്ലോ. ചില സമയത്ത് നമുക്കറിയില്ല ഫുഡൊന്നും കഴിക്കാതെ വരുന്ന സമയത്ത് കൈ ഇങ്ങനെ വിറയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവും. കൈ ഇങ്ങനെ വിറയല് വരും. ഭക്ഷണം കഴിക്കാതെ വരുന്ന സമയത്ത് ചെറിയ തോതിലുള്ള ഷിവറിങ്സ് ഒക്കെ വരും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെ പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു ഡിസീസസ് ഉണ്ട്. ഈ പാർക്കിൻസൺസിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. അതേപോലെ അൾഷിമേഷ്യസ് എന്ന് പറയുന്നതും പാർക്കിൻസൺസിനെയും അതേപോലെ തന്നെ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിനെയൊക്കെ പ്രതിരോധിക്കാൻ, പിന്നെ അതേപോലെ തന്നെ ആർത്രൈറ്റിസ്, ഈ നടുവേദന, ജോയിന്റ് പെയിൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും പ്രത്യേകിച്ച്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ അധ്വാനം ഇരുന്ന് വർക്ക് ചെയ്യുക, നിന്ന് വർക്ക് ചെയ്യുക. കാരണം വെച്ചാൽ പാചകം സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ നല്ല പാചകം ഉണ്ടാവും. കാരണം വെച്ചാൽ നല്ല അധ്വാനം വരുന്ന സമയമായിരിക്കും. കാരണം വെച്ചാൽ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കണം. ഇഫ്താർ പാർട്ടികൾ പലതും ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതെ ടയർഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ പെയിൻ, ആർത്രൈറ്റിസ് പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ന്യൂട്രിൻവിറ്റയ്ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം ന്യൂട്രിൻവിറ്റയിലെ എന്താ പറയുന്ന ഫൈറ്റിക് ആസിഡ് അതിനെ ഭയങ്കരമായിട്ട് ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. പാർക്കിൻസൺസ്, അൾഷിമേഷ്യസ്, അത് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് സംഭവിക്കാൻ സാധ്യല്ല ജോയിന്റ് പെയിൻസ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല മധുരമൊക്കെ കയറുന്ന സമയത്ത് ബ്ലഡ് അടിച്ച് ഇത് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു സംഭവമാണ് ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ അൺനെസസറി ആയിട്ടുള്ള, ഇപ്പൊ ചില സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അൺനെസസറി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ട്യൂമർ, ഫൈബ്രോയിഡ് ഉണ്ടാകും വയറ്റിൽ, അതായത് യൂട്രസിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ ബ്ലാഡറിലൊക്കെ ഫൈബ്രോയിഡ്, മുഴകൾ, ചെറിയ ചെറിയ മുഴകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഈ ന്യൂട്രിൻവിറ്റ കൊണ്ട് ഗുണമുണ്ടാകും, സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ, അത് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ വീക്ക് ആവുന്ന സമയമാണ് ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാതെ നമ്മൾ നന്നായിട്ട്. കാരണം എപ്പോഴും എല്ലാവർക്കും ഒരു അൺടൈം ഫുഡ് ഹാബിറ്റ്സിലേക്ക് വരുമ്പോൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിക്കോളണമെന്നല്ല, ചിലപ്പോൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കാം. അപ്പൊ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ന്യൂട്രിൻവിറ്റ. അതേപോലെ തന്നെ എന്താണ് ഈ ഭാരക്കുറവ്, ലോസ് ഓഫ് വെയിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ന്യൂട്രിൻവിറ്റ. അതേപോലെ തന്നെയാണ് അസ്ഥി സംബന്ധമായ, അതായത് ബോൺ സ്ട്രെങ്ത് ഇല്ലേ, നമ്മുടെ അസ്ഥി എല്ലുകളുടെ ബലം ശക്തിപ്പെടുത്താൻ ന്യൂട്രിൻവിറ്റ കൊണ്ട് സഹായിക്കും. അപ്പം ന്യൂട്രിൻവിറ്റ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റെഗുലറൈസ് ചെയ്തിട്ട് കാരണം ഉപയോഗിക്കുകയാണെങ്കിൽ 100% എന്ന് നമുക്കൊരു കാര്യത്തെ പറയാൻ പറ്റില്ലെങ്കിലും 99% നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ഷീണം, അതേപോലെ തന്നെ എനർജി ലെവല് കുറയ്ക്കാതിരിക്കാൻ ന്യൂട്രിൻവിറ്റ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2 times per day നിങ്ങൾ നോമ്പുകാലത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് എനർജി ലെവൽ ബൂസ്റ്റ് ആകും. നല്ല രീതിയിൽ എനർജി ലെവൽ ഉണ്ടാകും. നല്ലപ്പം ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ എനർജി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുൾ ഗ്രോത്ത് ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മസിൽ ഗ്രോത്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ജിം ട്രെയിനിങ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ന്യൂട്രിൻവിറ്റ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് മെറ്റബോളിസം, വാട്ടർ ബാലൻസ്, ഇലക്ട്രോലൈറ്റിക് ഫങ്ഷൻസ്,
നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ പോരാത്തതിന് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും. ഇപ്പൊ ന്യൂട്രിൻവിറ്റ ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പൊ മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ മുലപ്പാല് കൂടാൻ വേണ്ടിയിട്ട് ന്യൂട്രിൻവിറ്റ കൊടുക്കാം. കുട്ടികൾക്ക് വിരകി കുറുക്ക് പോലെ ന്യൂട്രിൻവിറ്റ കൊടുക്കാം. ഇപ്പൊ ന്യൂട്രിൻവിറ്റ കൊണ്ട് മൾട്ടിപ്പിൾ, അതായത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന്റെ ഓവറോൾ പെർഫോമൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്യൂർലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിന് അനുകൂലമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ല വരുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പണ്ടൊക്കെ നിങ്ങൾ പത്രത്തിൽ വെച്ചാൽ നമ്മൾ മസാലപ്പൊടികൾ പലപ്പോഴും ഒരു ബ്രാൻഡിന്റെ പുറകിൽ നമ്മൾ പോകും. ഇന്ന മസാലപ്പൊടി മേടിച്ചിട്ട് കറി ഉണ്ടാക്കാം. പക്ഷെ മസാലപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനികൾ പോലും അവരുടെ പരസ്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏതൊരു വർഷം അവര് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത്, ഞങ്ങളുടെ മസാലപ്പൊടികളിൽ രാസവസ്തുക്കൾ ഉള്ളത് ഞങ്ങൾ ചേർക്കുന്നതല്ല, പകരം കർഷകർ കൃഷി ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നും വരുന്ന സാധനത്തിലൂടെയാണ് വരുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ എവിടുന്ന് വന്നാലും പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ ശരീരത്തിലോട്ടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിട്ട് ഒരു 70, 80, 90 വയസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആം, അതായത് ആം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യം ഏതാ? ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യം ഏതാ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു രാജ്യത്തിലെ ഒരു പേരെടുത്താൽ ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ 102 വയസ്സുകാരനെ കണ്ടാലും 90 വയസ്സുകാരനെ കണ്ടാലും 60 വയസ്സുകാരനെ കണ്ടാലും അവന്റെ എനർജി ലെവലിൽ ഒരു മാറ്റമില്ല. കാരണം വെച്ചാൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് അവർ അതുകൊണ്ടിരിക്കുന്നത്. മെഡിറ്ററേനിയൻ സീഷോറിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ അതേ പാറ്റേണിൽ ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ കേരളത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ വളരെ ഇതാണ്. കാരണം കേരളത്തിലെ നല്ല സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യും, ചീത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ, കേരളത്തിൽ തന്നെയുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നത് ക്വാളിറ്റി ഉള്ളത്. ഇപ്പൊ ടീ ഡസ്റ്റ് ചായപ്പൊടി പോലും നിങ്ങൾക്കറിയാം. ഒരു ചായ ഒരു 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 7 തരം ചായപ്പൊടിയാണ് ഒരു ഒരു ബ്രാൻഡ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ അതിനകത്ത് വരുന്ന 4ഉം 5ഉം 6ഉം 7 ഇവിടെ കിട്ടുന്നുള്ളൂ. 1ഉം 2ഉം 3ഉം ഇവിടെ ഇല്ല. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. ബ്രാൻഡ് നമ്പർ 1, ബ്രാൻഡ് നമ്പർ 2, ബ്രാൻഡ് നമ്പർ 3 ഈ സാധനം ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ ബ്രാൻഡ് നമ്പർ 1 നിങ്ങൾ വെറുതെ ആമസോണിൽ നോക്കിയാൽ അത് കിട്ടും. 12,000 രൂപയാണ് കിലോയ്ക്ക് വില. 18,000 രൂപ ഒരു ചായപ്പൊടിയുടെ കേസാണ് വരുന്നത്. ക്വാളിറ്റി നമ്പർ 1ൽ വരുന്നത്. പക്ഷെ അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടാറില്ല. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ സർവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡയമണ്ട് ആണ് ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ന്യൂട്രിൻവിറ്റ ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ജീവിക്കുന്ന ഒരു നിലവാരത്തെ ഒരു സുപ്രഭാതത്തിൽ തച്ചടച്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെയൊക്കെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമ്മളെ സ്വന്തം കൃഷി ചെയ്യണം. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മാംസത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മൃഗങ്ങളെ വളർത്തണം. നമ്മൾ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ തന്നെ സ്വന്തം മസാലപ്പൊടി ഉണ്ടാക്കണം. നമ്മൾ തന്നെ സ്വന്തം ചക്കിലാട്ടി എണ്ണ ഉണ്ടാക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പുറത്തെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ലോകം മുന്നോട്ട് പോകില്ല. ലോകമെന്നല്ല, എസ്പെഷ്യലി കേരളം. കാരണം കേരളത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നാണ്, ഉപഭോക്തൃ സംസ്ഥാനം എന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രൊഡക്റ്റ് വന്നിട്ടാണ് ആ പ്രൊഡക്റ്റിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മൾ വൈറ്റ് റൈസ് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാ. എന്തിനാ വൈറ്റ് റൈസ് കഴിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? അറിയില്ല. പ്രധാനപ്പെട്ട വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞ വെളുത്ത വിഷങ്ങളിൽ ഒരു വിഷമാണ് വെള്ളയരി. എത്ര പേർക്ക് അറിയാം? എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് അത് ഉപയോഗിക്കുന്നുണ്ട്? പോളിഷ് ചെയ്ത, അതുകൊണ്ടൊരു ഗുണവുമില്ല. പണ്ട് നമ്മൾ ബ്രൗൺ റൈസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ കൃഷി ചെയ്യുന്ന വയലിൽ കൃഷി ചെയ്യുന്ന നെല്ലുണ്ടായിരുന്നു. ആ നെല്ലില് ഉള്ള അരി എന്ന് പറഞ്ഞാൽ തവിടോട് കൂടിയുള്ള അരി ഉണ്ടായിരുന്നു. ആ തവിടിൽ സെവലീനിയം ഉണ്ടായിരുന്നു. ഈ തവിടിൽ നിന്നാണ് റൈസ് ബ്രാൻ ഓയിൽ വരുന്നത്. ഈ റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇത് യഥാർത്ഥ റൈസ് ബ്രാൻ ആണോ വെച്ചാൽ അറിയില്ല. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് പുറത്തു നിന്നും സാധനങ്ങൾ മേടിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ കഴിക്കേണ്ട ജീവൻ നിലനിർത്തേണ്ട വസ്തുക്കളിലെ 98% സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. ചില ആൾക്കാർ 90% മേടിക്കുന്നുണ്ടാകാം.
കാരണം ചിലർ 10% കൃഷി ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഈ 90% നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരം എത്രമാത്രം അപകടത്തിലാണ് പോകുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് ഒരു 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 ഹോസ്പിറ്റൽ അടുത്തുണ്ട് എന്നത് നമ്മുടെ ഒരു സൊല്യൂഷൻ അല്ല, ഒരു പ്രതീക്ഷയല്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ആരോഗ്യത്തോടു കൂടി നമ്മുടെയൊക്കെ കാരണന്മാർ ഓടി നടന്ന് ഇപ്പോഴും നടക്കുന്നത് പോലെയുള്ള ആ എനർജി ലെവലിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അല്ലേ? നമ്മുടെയൊക്കെ കാരണന്മാരെ കാണുന്ന സമയത്ത് നമ്മളെന്താ പറയാ, ഇവരെയൊക്കെ പ്രായമാകുമ്പോ നമ്മൾ എന്താകുമോ എന്ന് ഇപ്പളേ ആശങ്കപ്പെടുന്നതിന് കാരണം വെച്ചാൽ അവര് കഴിച്ചിരിക്കുന്ന ഭക്ഷണശീലവും, നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണശീലവും രണ്ടും രണ്ടാണ്. 2 ഫുഡ് ഹാബിറ്റ്സ് ആണ് നമുക്കുള്ളത്. അവര് നല്ല ആരോഗ്യകരമായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലേ? അവർക്ക് നല്ല വെള്ളമുണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു. നല്ലതായിട്ട് അവരെന്താണ് അധ്വാനിച്ചിരുന്നു. അല്ലേ? നന്നായിട്ട് അധ്വാനിച്ചിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഭക്ഷണശീലത്തിൽ വരുന്ന വേറൊരു സാധനമാണ് പൊറോട്ട. പൊറോട്ട എന്ന് പറഞ്ഞ സാധനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹരമാണ്. പക്ഷേ പൊറോട്ട നന്നായിട്ട് വിയർക്കുന്ന പണി, ഇപ്പൊ വെട്ടുകല്ല് പണിയെടുക്കുന്ന ആൾക്കാര്, കരിങ്കല്ലിന്റെ പണിയെടുക്കുന്ന ആൾക്കാര്, മരം വെട്ടുന്ന ആൾക്കാരൊക്കെ പൊറോട്ട തിന്ന് അതങ്ങ് എനർജിയായി മാറും. അല്ലാത്തവൻ തിന്നാ അത് വയറ്റി കിടക്കും. അല്ലാത്തവൻ തിന്നു കഴിഞ്ഞാൽ അതൊരു സ്റ്റൊമക്കിൽ അവിടെ കിടന്നിട്ട് അവിടെ ഡൈജസ്റ്റീവ് ഇഷ്യൂ ആയിട്ട് ഈ സാധനത്തിന് ചിലപ്പോൾ മുഴുവനും ദഹിക്കാതെ അവിടെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അവിടെ ഒരു ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ട് വൻകുടലിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മള് കഴിക്കണ്ടാന്നല്ല, കഴിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആഗ്രഹമാണല്ലോ അല്ലെ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്, മോഹമാണ്, എന്താണ് ഇഷ്ടമാണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കണം എന്നൊരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങള് എന്റെയൊക്കെ ഒരു കോളേജ് സമയത്ത്ന്ന് പറഞ്ഞാല് എ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വീട്ടില് കല്യാണപ്പരയില് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോ നമ്മളറിയും. കാരണം എന്താ? അത്രയും സുഗന്ധമായിരുന്നു. ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ. ആ മേശപ്പുറത്ത് ഇരുന്ന് ഇല വെട്ടിട്ട് ആ ബിരിയാണി വിളമ്പുമ്പോ തന്നെ നമുക്ക് നാവില് കപ്പലോടും. ഇപ്പൊ ബിരിയാണി മുന്നിൽ വന്നാൽ പോലും നമുക്ക് അറിയില്ല ബിരിയാണിയുടെ മണം. കാരണം നമുക്ക് അരിയുടെ ക്വാളിറ്റി വ്യത്യാസം, സ്പൈസസിന്റെ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് സ്പൈസസുകൾ എല്ലാ സ്പൈസസും ചേരുന്ന ബിരിയാണി. അല്ലേ? നിങ്ങൾ നോക്കിയാ മതി. ഇപ്പൊ ഏതെങ്കിലും കല്യാണപ്പരയില് ബിരിയാണി പൊട്ടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും അറിയോ? അറിയില്ല. പണ്ട് അങ്ങനെയല്ല. ഒരു കുറച്ച് ദൂരെ ഒരു വീട്ടിൽ കല്യാണപ്പരയിൽ ഒരു ബിരിയാണി പൊട്ടിച്ചാൽ എന്ത് ഫംഗ്ഷൻ ആയാലും ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാ അങ്ങ് 2 കിലോമീറ്റർ ഇരിക്കുന്നവന്റെ വീട്ടിൽ വരെ മണമെത്തും. കാരണം ക്വാളിറ്റി അന്നുണ്ടായിരുന്നു. ഇപ്പൊ ക്വാളിറ്റി ഇല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ രുചി എന്ന് പറയുന്ന സാധനത്തിന് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആണ്. കൃത്രിമ നിറങ്ങൾ, കൃത്രിമ രുചികൾ, സ്പൈസസിന് പകരം എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ മാംസം. മാംസം എന്ന് പറഞ്ഞാല് ഇപ്പം കോഴിയുടെ ഫെദറിൽ നിന്നാണ്, കോഴിയുടെ തൂവലിൽ നിന്ന് മാംസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ചില രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് കോഴീനെ വളർത്തുന്നു വേണ്ട, തൂവലിൽ നിന്നാണ് മാംസം ഉണ്ടാക്കുന്നത്. അതായത് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാംസം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാകും, എത്രമാത്രം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ വളരെ അഭിമാനത്തോടെയും ആകാശത്തിന് കീഴിലുള്ള സകല സാധനം ഞാൻ തിന്നിട്ടുണ്ടെന്ന് അഭിമാനം. പക്ഷെ നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. ഹൗ മച്ച് യു ലവ് യുവർ സെൽഫ്. കാരണം നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ പട്ടിണി കിടന്നാലും, നിങ്ങൾ പണിയെടുത്താലും, നിങ്ങൾ പണിയെടുത്തില്ലെങ്കിലും, നിങ്ങൾ പിന്നെ പരദൂഷണം പറഞ്ഞു കിടന്നാലും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും നിങ്ങളുടെ അവയവങ്ങൾ പണിയെടുക്കുന്നുണ്ട്. അവരവരുടെ ജോലി അവരവർ ആത്മാർത്ഥമായിട്ട് ശരീരത്തിലെ അവയവങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ അവരങ്ങ് പണി നിർത്തും. കാരണം എന്താ? ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആശുപത്രി, ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിയിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന അലോപ്പതി മരുന്ന്. ആ ഒരു അലോപ്പതി മരുന്ന് കഴിക്കുമ്പം 10 അസുഖം കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ പോകും. അപ്പം ശരിയാവണ്ണം നമുക്ക് ഇപ്പളേ പ്ലാൻ ചെയ്തെടുത്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 44 തരത്തിലുള്ള ക്യാൻസറുകൾ ആരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ ക്യൂർ ചെയ്ത് കംപ്ലീറ്റ് മാറ്റാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാരും അതിനു വേണ്ടി നിൽക്കാറില്ല. പലപ്പോഴും ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴേക്കും കൈവിട്ട് പോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ കൈവിടാതെ കാര്യങ്ങളെ സ്വന്തം കൺട്രോളിൽ നിർത്തണമെങ്കിൽ ഭക്ഷണശീലം അതിന്റെ പ്രധാന ഘടകമാണ്. പക്ഷെ ഭക്ഷണശീലത്തിനകത്ത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സ്വപ്നം മാത്രമാണ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യം വരുന്നത്. എന്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ന്യൂട്രിൻവിറ്റ പോലത്തെ പ്രൊഡക്റ്റുകളുടെ
എന്തുകൊണ്ടാണ് ഈ പൊതുജനങ്ങൾക്ക് ഇത് ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്രമാത്രം ശുദ്ധമായിട്ടല്ല ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓർഗാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ബാക്കപ്പ് കൊടുക്കാനും എനർജി ലെവൽ ബിൽഡ് ചെയ്യാനും ഓർഗാൻസിൽ അൺനെസസറി ആയിട്ടുള്ള ഗ്രോത്തിനെ ഇല്ലാണ്ടാക്കാനും ക്യാൻസർ പോലെയുള്ള സെല്ലുകളുടെ വളർച്ചയെ ഇല്ലാണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കാം. അപ്പൊ ബൂസ്റ്റ്, ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച് വരുന്നുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവരിപ്പോ സപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് അത് വന്നെത്തി കഴിഞ്ഞു. അപ്പം അതിലൊന്നും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഇവിടെ എന്താ ഉള്ളത്? ഇവിടുത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? ഇത് ആർക്കും ഉപയോഗിക്കാം. അസുഖമുള്ളവർ ഉപയോഗിക്കുക, അസുഖം ഇല്ലാത്തവർ. പക്ഷെ കിഡ്നി പേഷ്യൻസിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് സോഡിയം ലെവൽ കൂടാനുള്ള ചാൻസ് വരാം. അതുകൊണ്ട് കിഡ്നി പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അല്ലാത്ത ആളുകൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത ആളുകൾക്ക് ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ എനർജി ലെവലാണ് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റമദാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഈ ഒരു റമദാൻ നിങ്ങൾ ന്യൂട്രിവിറ്റ കൃത്യമായിട്ട് റമദാന്റെ ഭാഗമായിട്ട് നിങ്ങൾ ന്യൂട്രിവിറ്റ ഉപയോഗിച്ചു. നിങ്ങൾ ന്യൂട്രിവിറ്റ ഉപയോഗിച്ചുകൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് വിരുന്നുകാർക്ക് കൊടുക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ ഹെൽത്തും ഡെവലപ്പ് ആകും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സാധ്യതയും കിട്ടും. അപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാല് രണ്ട് തരത്തിലാണ് ശരിക്കും പെരുന്നാൾ സമയത്ത് ഭക്ഷണമുള്ളൂ. സുഹൂറിലും ഇഫ്താറിലും മാത്രമേ 2 ടൈംസ് ഫുഡേ ഉള്ളൂ. പക്ഷെ ഈ 2 ടൈംസ് ഫുഡ് നിങ്ങളുടെ വോൾ ബോഡിയുടെ എനർജിയെ ബാലൻസ് ചെയ്യാനും വോൾ ബോഡി എനർജിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിമിറ്റ്. അതിപ്പോ നിങ്ങൾക്കറിയാം, പ്രൈസ്ലെസ് ചെയ്തിട്ട് വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നല്ല മനസ്സും നല്ല ശരീരവും ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ബിസിനസ്സിലല്ലേ എവിടെയും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സാധനം, അതിന്റെ സീഡ് വളരണം എന്നുണ്ടെങ്കിൽ, ആ സീഡിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്. വലിയൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ വീട്ടിൽ കയറിക്കൂടാൻ. അതായത് ഇപ്പൊ ആരോ ഇന്നൊരു പോസ്റ്റ് ഇട്ടതുപോലെ എന്താന്ന് വെച്ചാല്, നാളത്തെ കുറിച്ചായിരുന്നു ആശങ്ക, പക്ഷെ ഇന്ന് രാത്രി ആള് മരിച്ചുപോയി. അതായത് നാളെ കുറിച്ചായിരുന്നു ആശങ്ക, പക്ഷെ ഇന്ന് രാത്രി ആള് മരിച്ചുപോയി. അപ്പൊ ആശങ്ക നാളെ കുറിച്ചിട്ടല്ല, ആശങ്ക വേണ്ടത് ഈ നിമിഷത്തെ കുറിച്ചിട്ടാണ്. ഈ നിമിഷം നിങ്ങൾ ആരോഗ്യവാനായിട്ടാണോ ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ അത് മാറി ചിന്തിക്കേണ്ടത് നാളെ നിങ്ങൾ ആരോഗ്യവാനാണോ അല്ലയോ എന്നതല്ല, ഈ സെക്കൻഡിൽ നിങ്ങൾ ഹെൽത്തി ആണോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ? നിങ്ങളുടെ ആരോഗ്യത്തിന് അനുകൂലമാണോ? നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എനർജി തരുന്നുണ്ടോ? ആർക്കും, ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും മുലയൂട്ടുന്ന അമ്മമാരായാലും വയസ്സായ ഉമ്മമാരായാലും കിടപ്പിലായവർ ആരായാലും എല്ലാവർക്കും ഒരേപോലെ, കിഡ്നി പേഷ്യൻസ് വെച്ച് ബാക്കി എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്കൊരു ഓഫറിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിവേ, ദിസ് ഈസ് എ പവർഫുൾ സപ്ലിമെന്റ് ആണ്. ഏറ്റവും മനോഹരമായിട്ടൊരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിൻവിറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ന്യൂട്രിൻവിറ്റ ഒക്കെ ഇട്ടിട്ട് പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഓക്കെ. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതിന് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നല്ല രീതിയിലേക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ദോശമാവിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാം അല്ലേ? അത് ന്യൂട്രിൻവിറ്റ ആക്കി കൊടുക്കാം. കഴിക്കുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ ന്യൂട്രിൻവിറ്റ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പൊ പല രീതിയിൽ ഇപ്പൊ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടിലൊരു ലെയർ ആക്കി ന്യൂട്രിൻവിറ്റ ചെയ്ത് ചെറുതായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ച് നോക്കാറുണ്ട്. അപ്പം പല രീതിയിലും ഫോർമേഷൻ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ന്യൂട്രിൻവിറ്റ കൊണ്ട് ഉണ്ടാക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്മൂത്തി കുടിക്കുന്നതാണ്. സ്മൂത്തി കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു പവർ ശരിക്കും നമുക്ക് കിട്ടുക, നല്ല എനർജി കിട്ടുക. അപ്പൊ ഒരു ബെസ്റ്റ് ഡ്രിങ്ക് ആണ്. ആ ഡ്രിങ്ക് നിങ്ങളുടെ പെരുന്നാളിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 2025 കൂടിയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബോഡി നിങ്ങളോടൊപ്പം ഓടാൻ തക്കവണ്ണം പര്യാപ്തമാക്കാൻ വേണ്ടി നിങ്ങൾ അലൈൻ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു പ്രൊഡക്റ്റുകളെ കുറിച്ച് ചോദിക്കരുത്. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഞാനതിന് മറുപടി പറഞ്ഞുതരാം. ഈ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റോ മറ്റൊരു അസുഖമോ ഒന്നും ഇവിടെ ചോദിക്കരുത്. ഓൺലി ന്യൂട്രിൻവിറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എനി. അരുൺ സാറെ ഒന്നും മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, എല്ലാരും അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോട്ടെ, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ശരി, ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ. ഡൗട്ട് ഒരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ കയറി ചോദിക്കരുത്. ബി പേഷ്യന്റ്.
ആയിട്ടിരിക്കുക, ക്ഷമയോടുകൂടി ഇരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ചോദിക്കാം. സാറേ, തൈറോയിഡ് ഉള്ളവർക്ക് ഇത് ബെറ്റർ ആണോ? ഞാൻ പറഞ്ഞല്ലേ, ഇത് തൈറോയിഡിനെ അതായത് തൈറോയിഡ് ക്യാൻസർ ഉള്ളവർക്ക് നല്ലതാണ്. ഓക്കെ. തൈറോയിഡ് ക്യാൻസർ ആണെങ്കിൽ, കാരണം ക്യാൻസറിനെ ഇത് പ്രിവെന്റ് ചെയ്യും. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും, നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഓക്സി വെൽനസിന്റെ യൂട്യൂബിൽ കാണാമല്ലോ, ഒരു അംഗൻവാടി ടീച്ചർ ക്യാൻസർ വന്ന് സ്റ്റേജ് 3 കടന്നതാണ്, കംപ്ലീറ്റ് ക്യൂറായി. RCC ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ട്രേസബിലിറ്റിയും ഇല്ല. ഇപ്പോഴും വളരെ സ്റ്റിൽ യങ് ആയിട്ട് ഓടി, മീൻസ് വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നു. ഒരുപാട് പേർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് അത്. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. അല്ല, തടി കൂടിയിട്ടുള്ളവർക്ക് ഇത് ആഫ്റ്റർ ഫുഡ് വെള്ളത്തിലും ചൂടുവെള്ളത്തിൽ കറക്റ്റ് കഴിക്കുക അല്ലേ? അല്ല ബെറ്റർ രാവിലെ വൈകുന്നേരം. രാവിലെയും വൈകുന്നേരം ചൂടുവെള്ളത്തിൽ കഴിക്കുക, കലക്കി കുടിക്കുക. അത് തടി കുറയ്ക്കും. തടി കുറയ്ക്കാൻ നല്ലതാണ്. അതായത് നിങ്ങൾ LD മിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ന്യൂട്രിൻവിറ്റ വിത്ത് ഹോട്ട് വാട്ടർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. സാറേ, തടിയുള്ളവര് ഏത് ടൈമിലാ അത് കഴിക്കേണ്ടത്? തടിയുള്ളവർ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴിക്കുക. ഓക്കെ. ഓക്കെ. സാർ, അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എത്ര ടൈം കഴിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നിങ്ങൾക്ക് ചായക്ക് വരെ ന്യൂട്രിൻവിറ്റ കലക്കി കുടിക്കാം. ഓക്കെ. ഓക്കെ, നല്ലൊരു ഇതാണ്. എന്നെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ ഓസ്കർ? യെസ് യെസ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയോക്കൂ. ന്യൂട്രിൻവിറ്റ കൊണ്ട് ഇത് ഏകദേശം 2020 വന്ന റിസൾട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലെറ്റി മോനായി. ഞാൻ മൂവാറ്റുപുഴ പെഴക്കാപ്പള്ളിയിൽ താമസിക്കുന്നു. ഒരു അംഗൻവാടി ടീച്ചറാണ്. ഞാൻ നടന്നു വന്നതും സ്റ്റെപ്പ് കയറി വന്നതും നിങ്ങൾ കണ്ടായിരുന്നോ? എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഇല്ല അല്ലേ? എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. 11 വർഷം മുമ്പ് ക്യാൻസർ എന്ന രോഗത്തിന് അടിമയായിരുന്നു ഞാൻ. എന്നാൽ സർജറിക്ക് ശേഷം രോഗവിമുക്തയാകുകയും ചെയ്തു. എന്നാലും എനിക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കാലുകൾക്കും ഒക്കെ വേദനയും, ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒരു സുഹൃത്ത് എനിക്ക് ന്യൂട്രിവിറ്റ പരിചയപ്പെടുത്തിയതും ന്യൂട്രിവിറ്റ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതും. ന്യൂട്രിവിറ്റ ഉപയോഗിച്ച് 7-ാം ദിവസം തന്നെ ഒരാളുടെ സഹായമില്ലാതെ പതിയെ, അതായത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന രീതിയിലല്ല, സ്പീഡ് കുറച്ച് എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും സാധിച്ചു. എന്നാൽ 15 ദിവസത്തിന് ശേഷം ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണോ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നത്, ആ വ്യക്തി എങ്ങനെയാണോ ഓടിച്ചാടി നടന്നിരുന്നത് അതുപോലെ നടക്കാൻ എനിക്ക് സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ന്യൂട്രിവിറ്റയാണ്. എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും ന്യൂട്രിവിറ്റ ഉപയോഗിക്കുകയും അതിൽ നിന്നും മുക്തി നേടുകയും ചെയ്യണം. ഓൾറെഡി നമ്മുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഓക്സി വെൽനസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ പഴയ ചാനലാണ്, അത് റിവൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇതെല്ലാം എല്ലാ പ്രൊഡക്റ്റിനും ഓൾമോസ്റ്റ് വീഡിയോസ് അതിനകത്തുണ്ട്. ഹലോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ ന്യൂട്രിൻവിറ്റയുമായി ബന്ധപ്പെട്ട്? സാർ, ഇത് ഒരു ബോട്ടിൽ വാങ്ങിച്ച് നമ്മൾ എത്ര നാളത് ഉപയോഗിക്കണം? അതായത് 10 ഗ്രാം ആണ് ഒരു സമയം ഉപയോഗിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന 1/2 കിലോന്റെ പാക്കറ്റാണ്. ഒരു നേരം ഉപയോഗിച്ചാൽ 10 ഗ്രാം ഇൻറ്റു 50 = 500 ഗ്രാം. 50 ദിവസം ഒരു നേരം കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന 2 നേരം ആയതുകൊണ്ട് എനിക്ക് 25 ദിവസമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹെൽത്ത് ആണ് നോക്കേണ്ടത്. പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി 3000 എന്നുണ്ടായിരുന്ന പ്രൈസ് വന്നിട്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അടക്കം 2000 റുപ്പീസിലേക്ക് വന്ന് കിടപ്പുണ്ട്. പക്ഷെ
നിങ്ങൾ എപ്പോഴും ആ പണത്തിന്റെ വാല്യൂവിലാണ് ഇതിനെ അളക്കുന്നതെങ്കിൽ നമ്മളിപ്പോ ഈ പ്രൊഡക്റ്റും മാർക്കറ്റിൽ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഇതേ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് പ്രൈസിലാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞോളൂ. ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ, ആ. നമ്മളിപ്പോ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കഴിക്കണമെന്നാണ്, അതോ ഇത് ഒരു ബോട്ടിൽ നമ്മൾ 25 ഡേയ്സ് 2 നേരം കഴിക്കുവാണെങ്കിൽ 25 ഡേയ്സ് അല്ലേ കാണും, കാണും. കണ്ടിന്യൂ ആയിട്ട് അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണോ അതോ ഇത്ര? ഇത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് എങ്ങനെയാണോ അതിനെ പോലെയാണ്. ഞാൻ ഇത് തുടർച്ചയായിട്ട് കഴിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തുടർച്ചയായി കഴിക്കാൻ പറ്റുന്നവർക്ക് തുടർച്ചയായിട്ട് കഴിക്കാം. ഒരു നേരം കഴിക്കാൻ പറ്റുന്നവർക്ക് കുറേ നേരം കഴിക്കാം. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറാത്തോടത്തോളം കാലം നമ്മളിത് ഒരു മീൻസ് എന്താ പറയാ പാർട്ടാക്കി കൊണ്ട് നടക്കേണ്ടത് അനിവാര്യമായ കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്ത ഭക്ഷണശീലങ്ങളൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇതിനൊന്നും കിടക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മളെ നാട്ടിൽ ചക്കയ്ക്ക് വല്ല വിലയുണ്ടോ? അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒരു ചുളയ്ക്ക് 60 രൂപയാണ്. അവിടെ വെറുതെ ചീഞ്ഞു കിടക്കുന്ന സാധനമാണ് ഇവിടെ കിടന്നിട്ട് 60 രൂപയ്ക്ക് വിൽക്കുന്നത്. കാരണം ഡിമാൻഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ചക്കക്കുരു ഉപയോഗിച്ചുകൊണ്ടുള്ള വിഭവങ്ങളുടെ സാധ്യത ലോകം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കക്കുരുവാണ് ഇതിനകത്തുള്ള പ്രധാന ഇൻഗ്രീഡിയന്റ്. നമ്മളിപ്പോ കഴിക്കുമോ? എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ചക്കക്കുരു ചുട്ടു തിന്ന കഥയൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട് കൂട്ടുകാരുടെ ഒപ്പം. പക്ഷെ ഇപ്പൊ ആരെങ്കിലും നിൽക്കുമോ? ഇപ്പൊ കശുവണ്ടി കാഷ്യൂനെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നിൽക്കാറില്ല. അപ്പൊ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. ശരിക്കും നമ്മുടെ സയ്യിദ് ഡോക്ടറുടെ ഒരു വിഷൻ പ്രകാരം, അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം ഒരു അസുഖം ഉണ്ടെങ്കിൽ അസുഖത്തിനുള്ള മരുന്ന് 25 കിലോമീറ്റർ ചുറ്റളവിൽ പ്രകൃതി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. 25 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ അതുമായി ബന്ധപ്പെട്ട് പരിഹാര മാർഗം ഉണ്ടാകും. അത് പ്രകൃതി അങ്ങനെയേ ചെയ്യുള്ളൂ. പക്ഷെ അത് കണ്ടെത്തേണ്ടത് ആരുടെ പണിയാണ്? നമ്മുടെ പണിയാണ്. അപ്പോൾ ഇതൊരു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഹലോ, ക്ലിയർ ആയതാണ്? എല്ലാവർക്കും ക്ലിയർ ആയോ? കുറെ പേര് ക്യാമറ ഒന്നും ഓണാക്കാതെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? ക്ലിയർ സാർ. ഓക്കെ.